ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഓം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന കൂട്ടായ്മയിലെ എല്ലാ ആത്മ സഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ നടന്നു വരുന്ന ചതയം മുതൽ ചതയം വരെ എന്ന മഹാപരമ്പരയിൽ എനിക്ക് ഒരവസരം വന്നു ചേർന്നിരിക്കുകയാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബ്രഹ്മവിദ്യാ മണ്ഡപത്തിൻ്റെ പറ്റിയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ജീവൻ മുക്തി ബ്രഹ്മലീനനായി ഭാരതത്തിൻ്റെ വേദാന്ത സരണി എത്തി നിൽക്കുന്നത് ഇവിടെയാണ്. മനുഷ്യ ജീവിതത്തിൽ പരമമായ ആ വിദ്യയെ ഉപാസിക്കുന്നവൻ ബ്രഹ്മലീനനാകുന്നു. ഗുരുദേവന്റെ രചനകളിലെല്ലാം തന്നെ സാക്ഷാത്കാരം നേടുന്നതിനുള്ള ഉപദേശങ്ങൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശം തരുന്നു. ഗുരുവിൻ്റെ ഏത് കൃതി പരിശോധിച്ചാലും അവയിലെല്ലാം തന്നെ ഉപനിഷത്ത് മന്ത്രങ്ങൾ കാണാം. ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ പ്രേരക ശക്തിയാണിത്. മന്ത്രത്തിൻ്റെ സാരാംശം തന്നെയാണ് ബ്രഹ്മം. ഗുരുദേവന്റെ കർമ്മകാണ്ഡം അവസാനിക്കുന്നത് തന്നെ ശിവഗിരിയിൽ ഗുരു വിഭാവനം ചെയ്ത ബ്രഹ്മവിദ്യാ മണ്ഡപം കൊണ്ടാണ്. അത് സ്ഥാപിക്കുന്നതിനുള്ള അടിസ്ഥാന ശില നിർമ്മിക്കാൻ മാത്രമേ ഗുരുദേവന് കഴിഞ്ഞുള്ളൂ. ശിലാസ്ഥാപനത്തിൻ്റെ അന്ന് കാശി സ്വാമികളും അവിടെ എത്തിച്ചേർന്നിരുന്നു. കൊല്ലവർഷം 1101 അനേകം ശിഷ്യന്മാരും ഭക്തന്മാരും അടിസ്ഥാന ശില സ്ഥാപനത്തിനായി ഗുരുദേവനും കാശി സ്വാമികളും ഒരുമിച്ച് കുഴിയുടെ അടുത്ത് വന്നു. കുഴിയിലേക്ക് ഇറങ്ങാനായി വെച്ചിരുന്ന വഴി വീതി കുറഞ്ഞതും ഇറങ്ങാൻ വളരെ പ്രയാസമുള്ളതുമായിരുന്നു. കുഴിയിലേക്ക് ഇറങ്ങി വരുന്ന ഗുരുദേവനെ വളരെ ശ്രദ്ധാപൂർവം കാശി സ്വാമികളാണ് താഴെ ഇറക്കിയത്. മധ്യഭാഗം കുഴിച്ചിരുന്ന കല്ലിൻ്റെ മുകൾ ഭാഗം മേൽ ഇരിക്കത്തക്ക വണ്ണം കപ്പിയിൽ ഇറക്കി അതിൻ്റെ സ്ഥാനത്ത് നിർത്തിയപ്പോൾ 2 പേരും കൂടി തറയിൽ ചാന്ത് തേച്ച് കല്ല് അതിൽ പിടിച്ചു വെച്ചു. എന്നിട്ട് ഗുരുദേവൻ സ്വർണത്തിൻ്റെ അംശവും കാശിസ്വാമികൾ വെള്ളിയുടെ അംശവും കുഴിയിൽ നിക്ഷേപിച്ചു. അഭിഷേകവും കഴിഞ്ഞ ശേഷം ചാന്ത് നിരത്തി അതിനുമേൽ കല്ല് പിടിച്ചു വെച്ചു. 2 പേരും കരയ്ക്ക് കയറി വൈദിക മഠത്തിലേക്ക് പോയി. ഈ സമയത്ത് ഒരു ഭക്തൻ അവിടേക്ക് വന്നിരുന്നു. അയാൾ 5 രൂപയും ഒരു പട്ടും പാദ കാണിക്കയായി വെച്ച് ഗുരുവിനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഗുരുദേവൻ ആ രൂപ സമീപത്ത് നിന്നിരുന്ന KN കൃഷ്ണപിള്ളയ്ക്ക് കൊടുത്തു. അതിനുശേഷം വൈദിക മഠത്തിൻ്റെ പടിഞ്ഞാറേ വരാന്തയിലെ കസേരയിൽ ഗുരുവും തറയിൽ വിരിച്ചു കൊടുത്ത മാന്തോലിൽ കാശി സ്വാമികളും ഇരുന്നു സംസ്കൃതത്തിൽ സംഭാഷണം തുടങ്ങി. ശിവഗിരി സംസ്കൃത വിദ്യാലയത്തിലെ അധ്യാപകനായിരുന്ന വിദ്വാൻ KV ശങ്കരൻ അവിടെ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തു കൊടുക്കാനായി എത്തിയിരുന്നു. ഗുരു സംഭാഷണം തുടർന്നു. വൃത്താകൃതിയിൽ കെട്ടിടം ആകാമോ? അതിന് മറുപടിയായി കാശി സ്വാമികൾ പറഞ്ഞു, പണ്ട് ഋഷിവര്യന്മാരുടെ കാലത്ത് നടപ്പുണ്ടായിരുന്നു. ഗുരു, അത് ശാസ്ത്രീയമാണോ? കാശിസ്വാമികൾ പറഞ്ഞു, ഒരു അനുഷ്ഠുപ് ശ്ലോകത്തിൻ്റെ ആദ്യത്തെ 2 വരികൾ ചൊല്ലിയിട്ട് ബാക്കി ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ തൃപ്പാദങ്ങൾ തന്നെ അത് പൂർത്തിയാക്കി. അങ്ങനെ ശാസ്ത്രീയമായിട്ടാണ് ബ്രഹ്മവിദ്യാ മണ്ഡപം പൂർത്തിയാക്കുന്നതെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുത്തു. വാതിലുകൾ കൊണ്ട് അടയ്ക്കാത്ത ഒരു മണ്ഡപമായിരുന്നു ഗുരുവിൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ബ്രഹ്മവിദ്യാ മണ്ഡപം ഇങ്ങനെ പണിയുന്നതെന്ന് ചോദിച്ച ഭക്തരോട് തൃപ്പാദങ്ങൾ പറഞ്ഞത്, ബ്രഹ്മവിദ്യ പഠിക്കുന്നതിന് യാതൊരു തടസ്സവും പാടില്ല. ആർക്കും ഏതു സമയത്തും എപ്പോഴും മണ്ഡപത്തിലിരുന്ന് പഠിക്കാൻ കഴിയണം. അടയ്ക്കാത്ത വാതിലുകളാണ് അതിന് ആവശ്യം. ബ്രഹ്മവിദ്യാ മണ്ഡപം നിർമ്മിക്കുന്നതിന് ആവശ്യമായ പണം ജനങ്ങളിൽ നിന്ന് തന്നെ സംഭാവനയായി പിടിച്ചെടുക്കണം.
അതിനുള്ള എല്ലാ ഏർപ്പാടുകളും നിർദ്ദേശങ്ങളും ഗുരുദേവൻ തന്നെ ശിഷ്യന്മാർക്ക് ചെയ്തു കൊടുത്തിരുന്നു. അങ്ങനെയിരിക്കെ പതിവ് പോലെ ധർമ്മലി ധർമ്മലിംഗ മുതലിയാരും കുടുംബവും ഗുരുവിനെ കാണാനെത്തി. മുതലിയാരും കുടുംബവും ശിവഗിരിയിലെത്തിയാൽ കുറേ ദിവസം ഗുരുവിനോടൊപ്പം താമസിക്കുക പതിവാണ്. ഇത്തവണത്തെ യാത്രയിൽ മണ്ഡപത്തിൽ അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നത് മുതലിയാര് കണ്ടു. ഒരു ദിവസം ഗുരുവുമായി സംസാരിക്കുന്നതിനിടയ്ക്ക് മുതലിയാർ തൃപ്പാദങ്ങളോട് പറഞ്ഞു, ഗുരു എന്നെ അനുവദിക്കുമെങ്കിൽ ഞാൻ പണം ചിലവഴിച്ച് ബ്രഹ്മവിദ്യാ മണ്ഡപം പണി കഴിപ്പിച്ച് ഗുരുവിന് സമർപ്പിക്കാം. ഇത് കേട്ടപ്പോൾ ഗുരുദേവൻ മുതലിയാരോട് പറഞ്ഞു, അങ്ങനെ മനസ്സിൽ നിന്നും ബ്രഹ്മവിദ്യാ മണ്ഡപം എന്നത് ബ്രഹ്മവിദ്യ മനസ്സിലാക്കുന്നതിനാണ്. ഓരോ വ്യക്തിയും അതിന് അർഹനാണ്. എല്ലാ പേരും അതിൻ്റെ നിർമ്മാണത്തിലും ഭാഗമാകണം. മുതലിയാര് സ്വന്തം പണം ചെലവഴിച്ച് അത് പണി കഴിപ്പിച്ചാൽ അത് ഒരു സ്മാരകമായി തീരും. അത് പാടില്ല. ബ്രഹ്മസങ്കല്പം എന്നത് സകലതും ഉൾക്കൊള്ളേണ്ടതാണ്. അത് ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിരിക്കാൻ പാടില്ല. മുതലിയാർക്ക് വിരോധമില്ലെങ്കിൽ ഇതിലേക്ക് വേണ്ടുന്ന സംഭാവനകൾ ചെയ്തു കൊടുക്കാം. ബ്രഹ്മവിദ്യാ മണ്ഡപത്തിന് കല്ലിട്ടതിന് ശേഷം രചിച്ച കൃതിയാണ് ബ്രഹ്മവിദ്യാ പഞ്ചകം. 4 വേദങ്ങളുടെയും അവയിൽ നിന്ന് വന്ന ഉപനിഷത്ത് മന്ത്രങ്ങളുടെയും സത്തയായ മഹാവാക്യങ്ങൾ അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ ഇവയെല്ലാം ഈ 5 ശ്ലോകങ്ങളിലും മുത്തുമണികളായി നിക്ഷേപിച്ചിരിക്കുന്നു. 1104 കന്നി 5 1928 ഭഗവാൻ മഹാസമാധി പ്രാപിച്ചതിനാൽ ബ്രഹ്മവിദ്യാമണ്ഡലത്തിൻ്റെ പണി തുടങ്ങുവാൻ സാധിച്ചില്ല. കാലങ്ങൾക്ക് ശേഷം മഹാസമാധി മന്ദിരത്തിൻ്റെ നിർമ്മാണത്തോടൊപ്പമാണ് ബ്രഹ്മവിദ്യാലയത്തിൻ്റെ പണിയും ആരംഭിച്ചത്. 1970 ഡിസംബർ 31 അന്നത്തെ മഠാധിപതിയായിരുന്ന ശ്രീ ശങ്കരാനന്ദ സ്വാമികളാണ് ബ്രഹ്മവിദ്യാലയം ഉദ്ഘാടനം ചെയ്തത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ വാക്കുകൾ ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ദിവസം വേറൊരു വിഷയവുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും.